ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ സെൽഫ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ സ്വയം പരിശോധന. ജീവിതത്തിൽ ചിലർ ഒരേ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ചിലർ ഓരോ പരാജയത്തിന് ശേഷവും കൂടുതൽ ശക്തരായി തിരിച്ചു വരുന്നു. ഇരുവരും ഒരുപോലെ ബുദ്ധിയുള്ളവരായിരിക്കാം, ഒരേ അവസരങ്ങൾ ലഭിച്ചവരായിരിക്കാം. പക്ഷേ അവരെ വ്യത്യസ്തരാക്കുന്ന ഒരു ശീലമുണ്ട്: സ്വയം പരിശോധന അല്ലെങ്കിൽ സെൽഫ് റിഫ്ലക്ഷൻ. ഇന്നത്തെ വീഡിയോയിൽ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഈ ശക്തമായ മനഃശാസ്ത്ര ശീലത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ശീലം നിങ്ങളുടെ ചിന്തകളെയും ബന്ധങ്ങളെയും ജോലിയെയും വ്യക്തിത്വത്തെയും ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്താൻ സഹായിക്കും. എന്താണ് സെൽഫ് റിഫ്ലക്ഷൻ? സെൽഫ് റിഫ്ലക്ഷൻ എന്നത് നമ്മുടെ ജീവിതത്തെ സത്യസന്ധമായി നോക്കിക്കാണാനുള്ള കഴിവാണ്. ഞാൻ ഇന്ന് എന്താണ് ചെയ്തത്? എൻ്റെ തീരുമാനങ്ങൾ ശരിയായിരുന്നോ? എനിക്ക് എന്താണ് മെച്ചപ്പെടുത്താൻ കഴിയുക? ഇത്തരം ചോദ്യങ്ങൾ സ്വയം ചോദിക്കുന്നതാണ് യഥാർത്ഥ സെൽഫ് റിഫ്ലക്ഷൻ. മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തുക എളുപ്പമാണ്, എന്നാൽ സ്വന്തം തെറ്റുകൾ തിരിച്ചറിയാൻ ധൈര്യം വേണം. ആ ധൈര്യമാണ് വളർച്ചയുടെ ആദ്യ പടി. എന്തുകൊണ്ടാണ് ഇത് ഇത്ര പ്രധാനമായത്? മനഃശാസ്ത്രജ്ഞർ പറയുന്നത് സ്വയം വിലയിരുത്തുന്ന ആളുകൾക്ക് കൂടുതൽ ആത്മവിശ്വാസവും മികച്ച തീരുമാനമെടുക്കാനുള്ള കഴിവും ഉയർന്ന വൈകാരിക ബുദ്ധിയും ഉണ്ടാകുമെന്നാണ്. കാരണം അവർ ഓരോ അനുഭവത്തെയും ഒരു പാഠമാക്കുന്നു. പരാജയം അവരെ തകർക്കുന്നില്ല, അത് അവരെ പഠിപ്പിക്കുന്നു. ഒന്നാമതായി പറയുന്നത് തെറ്റുകളെ അധ്യാപകനാക്കുക. വിജയിച്ചവർ ഒരിക്കലും തെറ്റുകൾ ചെയ്യാത്തവരല്ല. അവർ ഓരോ തെറ്റിൽ നിന്നും പഠിക്കുന്നവരാണ്. ഒരു ദിവസം അവസാനിക്കുമ്പോൾ സ്വയം ചോദിക്കുക: ഇന്ന് ഞാൻ എന്താണ് പഠിച്ചത്? ഈ ഒരു ചോദ്യം പോലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശ മാറ്റാൻ കഴിയും. രണ്ടാമത്തത്, പ്രതികരിക്കുന്നതിന് മുൻപ് ചിന്തിക്കുക. പല ബന്ധങ്ങളും തകരുന്നത് കോപം കൊണ്ടല്ല, ചിന്തിക്കാതെ പ്രതികരിക്കുന്നത് കൊണ്ടാണ്. സെൽഫ് റിഫ്ലക്ഷൻ നമ്മെ ഒരു നിമിഷം നിർത്താൻ പഠിപ്പിക്കുന്നു. ആ ചെറിയ ഇടവേള പല വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കും. മൂന്നാമത്തത്, നിങ്ങളുടെ ശക്തികളെ തിരിച്ചറിയുക. നമ്മൾ പലപ്പോഴും നമ്മുടെ കുറവുകളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, എന്നാൽ സെൽഫ് റിഫ്ലക്ഷൻ നമ്മെ നമ്മുടെ കഴിവുകളും വിജയങ്ങളും ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ നേടിയ ചെറിയ വിജയങ്ങൾ പോലും എഴുതി വയ്ക്കൂ. അത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. നാലാമത്തത്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിക്കുക. ജീവിതത്തിൽ എല്ലാത്തിനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ വളർച്ച അവസാനിക്കുന്നു. പക്ഷേ സ്വയം ചോദിക്കുന്ന ഒരാൾ പറയുന്നത് ഇങ്ങനെയാണ്:
ഈ സാഹചര്യത്തിൽ ഞാൻ എന്താണ് വ്യത്യസ്തമായി ചെയ്യേണ്ടിയിരുന്നത്? ഈ ചോദ്യമാണ് ഉത്തരവാദിത്വമുള്ള വ്യക്തിയെ സൃഷ്ടിക്കുന്നത്. അഞ്ചാമത്തത്, ദിവസവും 10 മിനിറ്റ് മതി സെൽഫ് റിഫ്ലക്ഷൻ ചെയ്യാൻ. മണിക്കൂറുകൾ വേണ്ട. ദിവസവും 10 മിനിറ്റ് മതി. ശാന്തമായ ഒരു സ്ഥലത്തിരിക്കുക, ഇന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, 3 ചോദ്യങ്ങൾ ചോദിക്കുക. ഇന്ന് ഞാൻ എന്താണ് നന്നായി ചെയ്തത്? എവിടെയാണ് ഞാൻ തെറ്റ് ചെയ്തത്? നാളെ ഞാൻ എന്ത് മാറ്റം കൊണ്ടുവരും? ഈ ശീലം നിങ്ങളുടെ ജീവിതത്തെ പതുക്കെ മാറ്റി തുടങ്ങും. ആറാമത്തത്, ആത്മവിശ്വാസം വളരുന്നത് എങ്ങനെ? ആത്മവിശ്വാസം മറ്റുള്ളവർ നൽകുന്നതല്ല, സ്വയം മനസ്സിലാക്കുമ്പോഴാണ് അത് വളരുന്നത്. നിങ്ങളുടെ ശക്തിയും ദൗർബല്യവും നിങ്ങൾക്ക് വ്യക്തമായാൽ പുറത്ത് നിന്നുള്ള വിമർശനങ്ങൾ നിങ്ങളെ എളുപ്പത്തിൽ തകർക്കില്ല. ഏഴാമത്തേത്, സന്തോഷത്തിൻ്റെ യഥാർത്ഥ ഉറവിടം. പുറത്തുള്ള വിജയങ്ങൾ താൽക്കാലിക സന്തോഷം നൽകും, പക്ഷേ മനസ്സിൻ്റെ സമാധാനം വരുന്നത് സ്വയം മനസ്സിലാക്കുമ്പോഴാണ്. സെൽഫ് റിഫ്ലക്ഷൻ നമ്മെ നമ്മുടെ മൂല്യങ്ങളോടും ലക്ഷ്യങ്ങളോടും വീണ്ടും ബന്ധിപ്പിക്കുന്നു. അതാണ് യഥാർത്ഥ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം. ജീവിതത്തിൽ ഇന്ന് തന്നെ ആരംഭിക്കാവുന്ന ശീലങ്ങൾ: ദിവസവും 10 മിനിറ്റ് നിശബ്ദമായി ഇരിക്കുക. ഒരു ചെറിയ ഡയറിയിൽ നിങ്ങളുടെ ചിന്തകൾ എഴുതുക. ഓരോ തെറ്റിനെയും ഒരു പാഠമായി കാണുക. മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കുന്നതിന് മുമ്പ് സ്വയം മാറാൻ തയ്യാറാകുക. ഓരോ ദിവസവും ഇന്നലത്തേക്കാൾ അല്പം മെച്ചപ്പെട്ട മനുഷ്യനാകാൻ ശ്രമിക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, ലോകത്തെ മാറ്റാൻ ശ്രമിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരിക്കൽ നോക്കൂ. കാരണം ഏറ്റവും വലിയ മാറ്റങ്ങളെല്ലാം ഉള്ളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. സെൽഫ് റിഫ്ലക്ഷൻ ഒരു ശീലം മാത്രമല്ല, അത് ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു യാത്രയാണ്. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് കണ്ണാടിക്ക് മുന്നിൽ നിൽക്കൂ. സ്വയം ഒരു ചോദ്യം മാത്രം ചോദിക്കും: ഇന്ന് ഞാൻ ഇന്നലത്തേക്കാൾ മികച്ച മനുഷ്യനായോ? ഈ ചോദ്യത്തിന് നിങ്ങൾ ദിവസവും ആത്മാർത്ഥമായി ഉത്തരം കണ്ടെത്താൻ തുടങ്ങുന്ന നിമിഷം നിങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥ മാറ്റവും ആരംഭിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഇത്തരത്തിലുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.